എന്തായാലും ഡോക്ടർമാരുടെ നന്മ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടല്ലോ. അതുകൊണ്ട് ഡോക്ടറെ എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. സത്യത്തിൽ എന്നെ വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ച ദൈവത്തിന്റെ സ്ഥാനത്താ മൂസ തിരുമേനിക്കും ഡോക്ടർക്കും ഞാനിപ്പോ സ്ഥാനം നൽകിയിരിക്കുന്നത്. ഇന്ന് ചേച്ചിയുടെ അദ്ദേഹത്തിന്റെ ശാന്തി മുഹൂർത്ത. എന്തായാലും ഡോക്ടർ വന്നത് നന്നായി. ഇന്നിവിടെ വലിയൊരു ആഘോഷം നടക്കുക. ഡോക്ടർ വരൂ. ഇപ്പൊ അമ്മ ഗോവിന്ദനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയ. ലച്ചുവിന് ഗോവിന്ദനെ ഇഷ്ടമാ. പക്ഷെ നമ്മൾ കരുതുന്ന പോലൊരു ഇഷ്ടം അത് ഇനിയും ആയിട്ടില്ല. അതിന് ഇനിയും സമയമുണ്ടല്ലോ. അങ്ങനൊരു ഇഷ്ടം അവൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നോക്കാം, വരട്ടെ. വാ സഞ്ജു. ഗോവിന്ദോ, മോനെന്തായാലും ഒരു വലിയ കാര്യ ചെയ്ത്. എന്റെ അമ്മൂന് നഷ്ടമായ ഓർമ്മകൾ തിരിച്ചു കിട്ടിയല്ലോ. ഞാനിത് ഒരു നിമിത്തമായിട്ടേ കരുതുന്നുള്ളൂ. എല്ലാം ഈശ്വരന്റെ അനുഗ്രഹം, പിന്നെ മുത്തശ്ശന്റെ കൈപുണ്യം. ഇനി ഗോവിന്ദ് ഇവിടെയാ താമസിക്കുന്ന? ഗോവിന്ദ് ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടറേറ്റ് ജോയിൻ ചെയ്തു. അതെയോ? ആ സന്തോഷമുള്ള കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ടി വന്നു. ഇവിടെ ആരെയും അറിയിക്കാൻ പറ്റിയില്ല. ഞങ്ങള് തന്നെ യാദൃശികമായ ഗോവിന്ദനെ കണ്ടത്. അപ്പോഴാ ഈ വിവരം അറിയുന്നത്. എന്തായാലും അത് സന്തോഷമുള്ള കാര്യം തന്നെയാ. അവിടെ ഹോസ്പിറ്റലിനടുത്ത് തന്നെ താമസിക്കാൻ ഗോവിന്ദ് വീടെല്ലാം റെഡിയാക്കിയതാ. പിന്നെ ഞങ്ങള് നിർബന്ധിച്ച ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന്. ഇവിടെ ഞങ്ങളുടെ വീടുള്ളപ്പോ ഗോവിന്ദ് എന്തിനാ വാടക വീട്ടിൽ കഴിയുന്നത്? അത് തന്നെ ഞങ്ങളും ഗോവിന്ദനോട് ചോദിച്ചത്. അതാ ഞങ്ങളും ചോദിച്ച്. ഇവിടെ ഗോവിന്ദ് കൂടി വന്നാലും അതിനുള്ള സൗകര്യങ്ങളുണ്ട്. വെറുതെ പുറത്തു നിന്ന് ഭക്ഷണം കഴിച്ച് വയറ് നിരാൻ ചീത്തയാക്കുന്ന. എന്തായാലും ഞാൻ ഇനി ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. അത് നന്നായി. ലച്ചു, ഗോവിന്ദിന്റെ റൂം കാണിച്ചു കൊടുക്ക. ബാഗൊക്കെ കാറിലിരിക്കോ? അവിടേക്ക് എടുത്ത് വെപ്പിക്കാം. എന്നാ ചേച്ചി ചെല്ല്. ഇവിടെ എനിക്ക് കുറെ ജോലിയുണ്ട്. അതൊന്നും സാരമില്ല. നീ ആദ്യം ഗോവിന്ദനെ കൂട്ടിച്ചെന്ന്. ഞാനെന്നാ ബാഗ് എടുത്തിട്ട് വരാം. പോയിട്ട് ചെല്ലും മോളെ. മിഴിരണ്ടിലും